ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ അയ്യോ, കുങ്കുമപ്പൂ മോളെ കൊണ്ടുപോയി. പട്ടി പുല്ല് തിന്നയില്ല, പശുവിനെ തീറ്റുകയില്ല. എന്നെ നിയന്ത്രിക്കാന്ന് സിനിച്ചേച്ചിക്ക് വല്ല തോന്നലുണ്ടോ? മാഡം, അങ്ങനെ തോന്നിയിട്ടൊന്നുമല്ല. അവിടെ പൂജയൊക്കെ ഇപ്പൊ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ. അത് പൂർത്തിയാകുന്ന ദിവസം നമുക്കറിയാം. ശാന്തി മുഹൂർത്തം കുറിച്ച് കെട്ടിക്കഴിഞ്ഞാ ഗാഥാ മാഡം അല്ലേ നവീന്റെ കൂടെ ഉണ്ടാവുന്നേ. ഓ, പൂജ മുഹൂർത്തം, ശാന്തി മുഹൂർത്തം, ഇതൊക്കെ കൂടി കേട്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. അവളുണ്ടല്ലോ ആ കൃഷ്ണ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവൾക്ക് പെരുമാറാൻ നല്ലോണം അറിയാം. അത് സത്യസന്ധതയൊന്നുമല്ല, അവൾ ഇതൊക്കെ കരുത്തിക്കൂട്ടി അഭിനയിക്കുന്നതാ. അതുകൊണ്ട് എന്താ കളരിക്കലുള്ളവര് മുഴുവൻ അവളെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കല്ലേ? അല്ലെങ്കിലേ അവള് നവീന്റെ അടുക്ക് എത്തുമ്പോ കുറച്ച് കുഴച്ചിൽ അവൾക്ക് കൂടുതലാ. ഇനി കുടുംബത്തിന്റെ ശാപം തീർക്കാൻ 41 ദിവസം കഠിനവ്രതം കൂടി എടുത്താലേ അവള് നവീന്റെ മനസ്സിലങ്ങോട്ട് പതിഞ്ഞു പോവും. പിന്നെ ദരിദ്രവാസി ചിലപ്പോ ചിന്തിക്കും, ഇത്രയും സൗകര്യങ്ങൾ വിട്ടു പോകണോ വേണ്ടയോ എന്ന്. അന്നൊരു തർക്കമുണ്ടായാലേ ഈ നടന്നതൊക്കെ അവള് നവീനോട് തുറന്നു പറയും. എനിക്കൊരു പരീക്ഷണത്തിന് വയ്യ, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. മാഡം, അപകടമാണത്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വരണ്ട. പിന്നെ ഞാൻ പോകുന്ന കാര്യം മമ്മിയെ വിളിച്ച് പറയാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് പിന്നിങ്ങോട്ട് വരേണ്ടി വരില്ല. പിരിച്ചു വിടാൻ തന്നെ ഞാൻ മമ്മിയോട് പറയും. അറിയാലോ, ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാ മമ്മി അത് ചെയ്തിരിക്കും. സത്യത്തിൽ അതൊന്നും ചെയ്യണ്ടായിരുന്നു. ഞാൻ എന്റെ ധൈര്യത്തിന് നവീന്റെ കൂടെ പോണായിരുന്നു. അതിന് ഞാൻ മടിച്ചോണ്ടാ വേറൊരുത്തിയുടെ കനിവും കാത്ത് ഞാനിങ്ങനെ കഴിയേണ്ടി വരുന്നത്. അവളുടെ അടുത്തൊക്കെ കയ്യും കുപ്പി അപേക്ഷിക്കേണ്ടി വരുന്നല്ലോ നല്ലത് ചത്ത് കളയുന്നല്ലേ. ഞാൻ പോകുന്ന കാര്യം മമ്മിയെ വിളിച്ച് പറയാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് പിന്നിങ്ങോട്ട് വരേണ്ടി വരില്ല. പിരിച്ചു വിടാൻ തന്നെ ഞാൻ മമ്മിയോട് പറയും. അറിയാലോ, ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാ മമ്മി അത് ചെയ്തിരിക്കും. എന്താണാവോ ഗാഥാ മാഡം കാണിക്കാൻ പോകുന്നത്? ഇന്നത്തോടെ എല്ലാം അവസാനിക്കാൻ പോകുവാണോ എന്തോ. എന്റെ ദൈവമേ, എന്തൊരു വിശപ്പായത്. 10 പ്ലേറ്റ് ചോറ് കിട്ടിയാലും മതിയാവൂല. ഇതെന്താ മോളെ ഈ നേരത്ത്? ഇത് ഞാനും അമ്മയും സ്ഥിരമായിട്ട് കഴിക്കാറുള്ളതാ. കുങ്കുമപ്പൂ ചേർത്ത ഷെയ്ക്കാ. സൗന്ദര്യം കൂടാനുള്ളതാ. സ്ഥിരം എടുക്കുന്നത് പോലെ അമ്മയ്ക്കും എടുത്തു. ഇനിയിപ്പൊ രണ്ടും ഞാൻ തന്നെ കുടിക്കണം. അതെന്തിനാ നീ തന്നെ രണ്ടും കുടിക്കുന്നത്? ഒന്നിങ്ങോട്ട് തന്നെ, ഒന്ന് ഞാൻ കുടിക്കാം. അയ്യേ, അച്ഛൻ എന്തിനാ ഇതൊക്കെ കുടിക്കുന്നേ? എന്താ, എനിക്കല്പം സൗന്ദര്യം കൂടുതലുണ്ടായാൽ നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇങ്ങോട്ട്. അച്ഛാ, അതിങ്ങോട്ട്. കുങ്കുമപ്പൂവിട്ട ഷേക്ക്. എത്ര കാലമായി ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു നേരം ഒരു സ്പൂണെങ്കിലും നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടാ? ചുമ്മയല്ല, നിന്റെ അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ശിക്ഷ കിട്ടിയത്. അതുകൊണ്ട് എനിക്കിത് നേട്ടമായി. ഞാനിത് കുടിക്കാൻ പോവാ. ഇതെന്താ ഇത്? അയ്യോ, അതെ, നമ്മൾ സാധാരണ കുടിക്കാറുള്ളതാമേ ഷെയ്ക്ക്. ഞാനിവിടെ പട്ടിണി കിടക്കുവാ. അപ്പോഴെങ്കിലും നിനക്ക് നിന്റെ സൗന്ദര്യ സംരക്ഷണം നിർത്തിക്കൂടായിരുന്നോ? അല്ല, ഉദയേട്ടൻ എന്തിനാ ഇത് വാങ്ങിച്ച് കൈവച്ചോണ്ടിരിക്കുന്നേ? അതമ്മേ,
ഞാൻ ഉണ്ടാക്കിയപ്പോ 2 പേർക്കും ഉണ്ടാക്കി. അപ്പോ ഒന്ന് അച്ഛൻ കുടിച്ചോളാന്ന് പറഞ്ഞു. ഓ അച്ഛൻ അങ്ങനെ കുടിക്കണ്ട. ഓ അല്ലെങ്കിൽ ഈ സൗന്ദര്യം കൊണ്ട് വലിയ പ്രയോജനമാണല്ലോ. എന്റെ നിർമ്മലെ, ഞാൻ ഇതുവരെ ഇത് കുടിച്ചിട്ടില്ലടി. ഞാൻ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. നോക്കണ്ട. ദേ ഇനി മേലില് 41 ദിവസം വ്രതം കഴിയുന്നത് വരെ ഇനി ഇതിവിടെ ഉണ്ടാക്കാൻ പാടില്ല. എന്താ അമ്മേ, അപ്പൊ എന്റെ സൗന്ദര്യം എന്താവും? അയ്യോ എന്തായാലും കുഴപ്പമില്ല. എന്റെ നിർമ്മലെ, നിന്റെ എടുത്തുചാട്ടം കൊണ്ട് വന്നതാ ഈ ദുരിതം മുഴുവൻ. ഇനിയെങ്കിലും നീ ഒന്നും അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക്. ഓ അനുസരിച്ചോളാമേ. പക്ഷേ അച്ഛനും മോളെ ഇപ്പൊ ഇതിങ്ങ് തന്നാട്ടെ. അമ്മ ഇത് കുടിക്കാൻ പോവാണോ? എനിക്ക് വേണ്ട, ഇങ്ങോട്ട് തന്നെ തന്നെ. താ, താ. ഞാൻ അതെ തരൂല. എനിക്ക് വേണ്ട, നിങ്ങളും കുടിക്കണ്ട. തന്നെ ഇങ്ങോട്ട് താ, തന്നെ ഇങ്ങോട്ട്. ഇതേ ഞാൻ കൊണ്ട് വാഷ് ബേസിൽ ഒഴിച്ച് കളയാൻ പോവാ. ഈ എന്റെ നിർമ്മലെ, ഇത് വില പിടിച്ച കുങ്കുമപ്പൂ ചേർത്ത ഷേക്കല്ലേ. ഇതെന്തിനാ നീ വെറുതെ കൊണ്ടുപോയി കളയുന്നത്? അതെ നിങ്ങൾ ഇത് കുടിക്കണ്ടെന്ന് പറഞ്ഞാ കുടിക്കണ്ട. ദേ മര്യാദക്കല്ലെങ്കിലേ അമ്മയോട് ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാനല്ല ഇതൊന്നും ചെയ്തത്, നിങ്ങളാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്നു. ആ പിന്നെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് അറിയാലോ. അയ്യോ അയ്യോ, കുങ്കുമപ്പൂ മോളെ കൊണ്ടുപോയി. പട്ടി പുല്ല് തിന്നയില്ല, പശുവിനെ തീറ്റുകയില്ല. നിർമ്മലേ, എന്താ നിന്റെ കയ്യില്? അതമ്മേ കീർത്തിയും ഉദയേട്ടനും കൂടി കുടിക്കാനിരുന്നതാ. പൂജകളൊക്കെ നടക്കുന്നുണ്ടേ ഇപ്പൊ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്നും അമ്മ അനുവദിച്ച ഭക്ഷണം മാത്രം കഴിച്ചാ മതിയെന്നും പറഞ്ഞിട്ടേ ഞാനിത് കളയാൻ കൊണ്ടുപോയതാ. നിന്റെ വായിലേക്കാണോടി കളയുന്നേ? നീ ഇത് കുടിക്കാൻ നോക്കിയതല്ലേ? ഇങ്ങോട്ട് താ അത് അയ്യോ തരാൻ. ഈ നിലയ്ക്കാണ് നിന്റെ പോക്കെങ്കില് പൂജാരി ഇനിയും ശിക്ഷ വിധിക്കും. അതൊരു പക്ഷേ നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതായിരിക്കില്ല നിർമ്മലേ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മേ എന്നാലും എന്റെ അമ്മേ, വാഷ് ബേസിന് കളയാനാന്ന് പറഞ്ഞു കൊണ്ടുവന്ന സാധനം കുടിക്കാൻ ഒരു നാണം തോന്നിയില്ലേ അമ്മയ്ക്ക്? ഇതിപ്പോ ഞങ്ങൾക്കുള്ളതിനെ ഇല്ലാതാക്കുകയും ചെയ്തു, നിനക്കുള്ളത് കിട്ടിയില്ല. സന്തോഷായില്ലേ? ആർക്കും വേണ്ട. ഞാൻ വിശന്നിരിക്കുമ്പോ ഇവിടെ ആരും ഒന്നും കഴിക്കണ്ട. അതാ എന്റെ തീരുമാനം. മനസ്സിലായോ?